തിരുവനന്തപുരം മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികൾ തീരദേശ റോഡ് ഉപരോധിക്കുകയാണ്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇതുവരെയും ഓഫീസിലേക്ക് എത്താത്തതും പ്രതിഷേധത്തിലേക്ക് വഴിവെച്ചു. ഇന്ന് വൈകുന്നേരമോ നാളെ രാവിലെയോ പൊഴി വീണ്ടും മൂടും. കഴിഞ്ഞ മാസം 25-ന് പൊഴി തുറന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കാൻ മന്ത്രി നടത്തിയ ചർച്ചയിൽ തീരുമാനമായെങ്കിലും പദ്ധതി നടപ്പിലായില്ല. ശാലിനി ചേരുന്നു. ശാലിനി, പറയൂ. രോഹിണി, വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾ തീരദേശ റോഡ് ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നത്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇതുവരെയും ഓഫീസിലേക്ക് എത്താത്തതിന് ഈ പ്രതിഷേധത്തിലേക്ക് വഴിവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ആവശ്യം എന്നുള്ളത് ഈ പൊഴി നിരന്തരമായി മണൽ കയറി മൂടുന്നത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം വീടുകളിലേക്ക് വെള്ളം കയറി നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഒപ്പം തന്നെ മത്സ്യബന്ധനത്തിന് കടലിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം ഒക്കെ ഉണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മാസം 25-ന് പൊഴി തുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 27-ന് ഡ്രഡ്ജർ അഴിമുഖത്തേക്ക് പ്രവേശിച്ചുവെങ്കിലും നടപടികൾ വലിയ രീതിയിൽ ഇഴയുന്ന ഒരു സാഹചര്യം. പിന്നീട് 17 ദിവസത്തിൽ ഡ്രഡ്ജർ പ്രവർത്തിച്ചത് 14 മണിക്കൂർ മാത്രമാണ്. പിന്നീട് അത് പൊഴി തുറക്കുകയും ഈ മണൽ നീക്കം നടത്തി സാധാരണഗതിയിലേക്ക് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം എത്തുകയും ചെയ്തു. പക്ഷേ പിന്നീട് ഈ സാഹചര്യങ്ങൾ മാറിയ ഘട്ടത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ വീണ്ടും പ്രദേശത്ത് പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കാൻ മന്ത്രി നടത്തിയ ചർച്ചയിൽ തീരുമാനമെടുത്തിരുന്നു. ഈ തീരുമാനം ഒരു രീതിയിലും നടപ്പിലാകാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നത്തെ ഈ പ്രതിഷേധം നടക്കുന്നത്. മാത്രമല്ല, മെയ് 27-ഓടുകൂടി കാലവർഷം കേരളത്തിലേക്ക് എത്താനിരിക്കുന്ന സാഹചര്യമുണ്ട്. കാലവർഷത്തിന് മുൻപ് തന്നെ ഈ മണൽ നീക്കണം എന്നുള്ളതാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. 10 നിർണായക ദിവസങ്ങളാണ് ഇനി ബാക്കിയായിട്ടുള്ളത്. കാലവർഷം എത്തിയാൽ മണൽ നീക്കാൻ പ്രതിസന്ധി ആകുമെന്നിരിക്കെയാണ് അതിനു മുൻപ് തന്നെ ഈ ഒരു നടപടികൾ വേഗത്തിലാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തീരദേശവാസികൾ ഇപ്പോൾ ഈ തീരദേശ റോഡ് ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവരെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ പ്രാദേശിക നേതൃത്വം നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കം ഈ സമയം കഴിഞ്ഞിട്ടും ഓഫീസിലേക്ക് എത്താത്തത് ഇവരുടെ പ്രശ്ന പരിഹാരം നടത്താത്തതിലും പ്രദേശവാസികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും കടുത്ത അമർഷമുണ്ട്. ഇതും ഈ ഒരു പ്രതിഷേധത്തിലേക്ക് വഴിവെച്ചിട്ടുണ്ട്. ശരി ശാലിനി, മുതലപ്പുഴയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ്. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ റോഡടക്കം ഉപരോധിക്കുകയാണ്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇതുവരെ ഓഫീസിൽ പോലും എത്തിയിട്ടില്ല എന്നുള്ളതും വലിയ പ്രതിഷേധത്തിനാണ് വഴിവെച്ചിരിക്കുന്നത്. ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.